എല്ലാവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇസ്രായേൽ സൈനികമായി തളർന്നിട്ടില്ലെന്നും ആയുധശക്തിയിൽ കുറവുണ്ടായിട്ടില്ലെന്നും ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ഗസയിൽ ഇപ്പോൾ അവർ ആക്രമണം നടത്തുന്നത് എന്നുള്ളതാണ് വാസ്തവം. പ്രതിരോധമില്ലാത്തടത്ത് വിമാനം വാടകയ്ക്കെടുത്ത് കൊണ്ടുപോയി 2 ബോംബിട്ടാലും അത് വിജയമായി ആഘോഷിക്കാൻ ആർക്കും കഴിയുമെന്നുള്ളതാണ്. ഗസയിൽ ഇപ്പോൾ നെതന്യാഹു നേടുന്ന വിജയം അതാണ് എന്ന് പറയേണ്ടതുണ്ട്. ഇത് നെതന്യാഹു ആളാകാൻ വേണ്ടി ഇറാനെ കയറി ആക്രമിച്ച് അതിന്റെ 10 ഇരട്ടി തിരികെ കിട്ടിയപ്പോൾ സ്വയം യുദ്ധം നിർത്തി ഓടിയ ഒരു വീരനാണ്. അങ്ങനെയുള്ള ഈ നാണം കെട്ടവൻ കിടക്കാൻ ഇടവില്ലാത്ത 4 നേരവും പട്ടിണി കിടക്കുന്ന, എഴുന്നേറ്റ് ഓടാൻ പോലും ആവതില്ലാത്ത കുറെ കുട്ടികളെ ബോംബിട്ട് കൊന്ന് അവരുടെ സ്ഥലം പിടിച്ചെടുത്ത് സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ഒരു കൊടും ക്രിമിനൽ ആവുമ്പോൾ ഇവന് മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന ലോകരാഷ്ട്രങ്ങൾക്ക് എന്ത് നീതിയാണുള്ളത്? ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തി എന്നൊക്കെ വീമ്പിളക്കുന്നവന്മാരാണ് ലോകത്തെ ഏറ്റവും ദുർബലമായ ഒരു സമൂഹത്തെ ആക്രമിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. ഈ ക്രിമിനലിനെ പുകഴ്ത്തി പറയാനും തലയിൽ ചുമന്ന് നടക്കാനുമൊക്കെ കുറെ അടിമ വംശങ്ങൾ നമ്മുടെ നാട്ടിലുമുണ്ട്. ഗസയെ ചുട്ടരിക്കുന്നു, പൊടിയാക്കുന്നു എന്നൊക്കെയാണ് ഇവർ ആവേശത്തോടെ വിളിച്ചു പോകുന്നത്. തുല്യ ശക്തികൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോഴാണ് അതിനെ യുദ്ധമെന്ന് വിളിക്കാൻ പോലും കഴിയുന്നത്. അതിനുള്ള സാമാന്യ ബോധം പോലും ഇക്കൂട്ടർക്കില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ആക്രമണങ്ങളിൽ മുസ്ലിങ്ങൾ മാത്രമല്ല ക്രിസ്ത്യാനിയും സെയിം പിച്ചിലാണ് കൊല്ലപ്പെടുന്നത് എന്നറിയുമ്പോൾ ജൂതന്റെ കണ്ണിൽ മുസ്ലിമിനും ക്രിസ്ത്യാനിക്കുമെല്ലാം ഒരേ രൂപമാണ് ഉള്ളത് എന്ന് നമ്മൾ അറിയണം. ബോംബിന് മതം നോക്കി വീഴാൻ അറിയാത്തത് കൊണ്ട് മരിക്കുന്ന കാര്യത്തിൽ ഗസയിലുള്ള എല്ലാ മതസ്ഥരും തുല്യരാണ്. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള അടിമ വംശജർക്ക് അതൊരു പ്രശ്നമല്ല. സ്വന്തം മതത്തിലുള്ള 10 പേർ മരിച്ചാൽ പോലും അവരെ മതസ്ഥന്റെ ഒരാൾ മരിച്ചാൽ അതാണ് അവരെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നത്. അവരിങ്ങനെ കൊലയാളി ക്രിമിനലിനെ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വന്നുകൊണ്ടേയിരിക്കും. അതാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രോഗത്തെ എല്ലാവരും വെറുക്കുന്നത് അത് സാമൂഹിക വിപത്തായതുകൊണ്ടാണ്. രോഗം പിടിപെടാതിരിക്കാനാണ്, അതല്ലെങ്കിൽ രോഗത്തെ ഇല്ലാതാക്കാനാണ് നമ്മൾ മരുന്ന് കഴിക്കാറുള്ളത്. ജൂതനൊരു രോഗമായതുകൊണ്ടാണ് ലോകം മുഴുവൻ ജൂതനെ വെറുക്കുന്നതും അവരെ അകറ്റി നിർത്തുന്നതും അവർക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തുന്നതും. എന്നാൽ രോഗം വന്നവന്റെ ശരീരത്തിലും ഈച്ച വന്നിരിക്കും. കാരണം ഈച്ചയ്ക്ക് രോഗത്തിന്റെ അപകടം അറിയില്ല. ഈ ഈച്ചയ്ക്ക് പിന്നീട് എന്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ ആരും അറിയുന്നുമില്ല. അതുപോലെ തന്നെയാണ് ജൂതരാജ്യത്തെ സ്നേഹിക്കുന്നവന്റെ അവസ്ഥയും. ജൂതരാജ്യവുമായി അടുത്തവനെല്ലാം പണി കിട്ടിയിട്ടുണ്ട്. ജൂതനെ സപ്പോർട്ട് ചെയ്യുന്നവന്റെ മുഖത്ത് തുപ്പുന്നത് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ നിന്ന് തപ്പിയാൽ മതിയാവും. അക്കാര്യത്തിൽ അമേരിക്കയെ പോലും ജൂതൻ ഒഴിവാക്കിയിട്ടില്ല. സകല അമേരിക്കൻ സാമ്പത്തിക സൈനിക സുരക്ഷാ രഹസ്യങ്ങളും ജൂതന്മാർ പല തവണ അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ പല വാർത്തകളിലും വായിച്ചിട്ടുള്ളതാണ്. അഥവാ ഇനി നെതന്യാഹു ഡ്രംപുമായി ഇടഞ്ഞാൽ പോലും വെളുത്തുള്ളിയിൽ വിഷം കയറ്റി ഗ്യാസ് പൊളിയായിട്ട് അയക്ക് കൊടുത്തുകൊണ്ട് ഒരു തെളിവില്ലാതെ ചിലപ്പം അയാളെ കൊല്ലാൻ വരെ സാധ്യതയുണ്ട്. എന്നിട്ടും അമേരിക്കൻ ഭരണകൂടങ്ങൾ ജൂതനെ ഭയക്കുന്നത് അമേരിക്കൻ ഭരണകൂടം എങ്ങനെയാണ് ലോകത്തെ കളിപ്പിക്കുന്നത് എന്നുള്ള സകല വിവരവും ജൂതൻ അവരിൽ നിന്നും ചോർത്തിയിട്ടുള്ളത് കൊണ്ടാണ്. തന്നെയുമല്ല, അമേരിക്കൻ രാഷ്ട്രീയക്കാരുടെ മുഴുവൻ പെണ്ണ് കേസുകളും കൊലപാതകങ്ങളും എല്ലാം ഈ ജൂതന്മാർ ചോർത്തിയിട്ടുള്ളത് കൊണ്ട് അത് വെച്ച് ഇവർ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലൂടെ ഇത്തരം രാഷ്ട്രീയക്കാരുടെ രാഷ്ട്രീയ ഭാവി തന്നെ നശിപ്പിക്കാൻ ജൂതന് കഴിയും. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവന്മാര് ജൂതനെ വല്ലാതെ ഭയക്കുന്നതും. ഏത് രാഷ്ട്രീയക്കാരൻ വന്നാലും ഇത് തന്നെയാണ് അമേരിക്കയിലെ അവസ്ഥ. ജൂതൻ പറയുന്നതിന്റെ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ മാറാൻ ഒരു അമേരിക്കൻ ഭരണകൂടവും തയ്യാറല്ല എന്നുള്ളതാണ്. എന്നിട്ട് നമ്മൾ പറയും അമേരിക്കയുടെ 51ാമത്തെ സ്റ്റേറ്റ് ആണ് ഇസ്രായേൽ എന്നൊക്കെ. അതൊക്കെ ചുമ്മാ പറയുന്നതാണ്. രണ്ടും ഭൂമിയുടെ 2 അറ്റത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ്. ഇവർ തമ്മിൽ എങ്ങനെയാ ഒരു സ്റ്റേറ്റായി മാറുന്നത്? ഇതിന്റെ പിന്നിലുള്ള പ്രശ്നം ഈ ബ്ലാക്ക് മെയിലിംഗ് ആണ്. ഇവരിങ്ങനെ സൗകര്യത്തിലെക്കാലവും കഴിയുന്നത് ഈ രാഷ്ട്രീയക്കാരെ മുഴുവൻ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ ഖത്തർ ഈ ജൂതന്മാരെ അല്ലെങ്കിൽ ജൂതരാഷ്ട്രത്തെ അമ്മാച്ചനായിട്ടാണ് ഇതുവരെ കൊണ്ടു നടന്നിരുന്നത്. തരം കിട്ടിയപ്പോൾ ഖത്തറിന്റെ പള്ളയ്ക്ക് കത്തി കയറ്റാണ് അവന്മാർ ചെയ്യുന്നത്. അതുകൊണ്ട് ഖത്തറിന് ഇപ്പം ഒരല്പം വെളിവ് വന്നിട്ടുണ്ട് എന്ന് നമ്മൾ അറിയണം. ഈ സൗദി അറേബ്യക്കും UAE-ക്കും ഒക്കെ ജൂതരാജ്യത്തെ ഇപ്പോൾ ഭയമായി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ജൂതരാജ്യത്തിന്റെ അടുക്കളപ്പണിയും തുണിയലക്കും ഒക്കെ ആയിട്ട് കഴിഞ്ഞിരുന്ന ഈ അറബ് രാഷ്ട്രങ്ങൾ ഈ ജൂതരാഷ്ട്രം ഖത്തറിനെ ബലാത്സംഗം ചെയ്യുന്നത് കണ്ടപ്പോൾ ഭയന്നിട്ട് ഇപ്പോൾ പാകിസ്ഥാന്റെ കോട്ടിട്ട് നടക്കാനുള്ള പരിപാടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാനിത് പറയാൻ കാരണം ഈ കഴിഞ്ഞ ദിവസം സൗദി അറേബ്യ പാകിസ്ഥാനുമായി ഒരു സഹകരണ കൗൺസിൽ എന്ന് വെച്ചാൽ ജൂതൻ കയറി പിടിച്ച പാകിസ്ഥാൻ ഓടി വന്ന് ജൂതന്റെ തലക്കടിച്ചിട്ട് ഇവരെ രക്ഷപ്പെടുത്തുന്ന ഒരു ധാരണാപത്രം അതിന് ഒപ്പുവെച്ചുകൊണ്ട് ഈ പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിക്ക് കുറച്ച് മന്തിയൊക്കെ കൊടുത്ത് ഗാവയൊക്കെ കുടിപ്പിച്ച് വളരെ സന്തോഷത്തോടെ പറഞ്ഞയച്ചിരിക്കുകയാണ്. അത് അതിലും വലിയ കോമഡിയാണ് എന്ന് നമ്മൾ അറിയണം. ഇതൊക്കെ ചിന്തിച്ചാൽ നമ്മൾ ചിരിച്ച് ചത്തുപോകും എന്നുള്ളതാണ് സത്യം. തൂങ്ങിച്ചത്തവന്റെ അരഞ്ഞാണച്ചരലിൽ തൂങ്ങാൻ ശ്രമിക്കുന്നത് പോലെയാണ് പാകിസ്ഥാന്റെ സുരക്ഷ നേടാൻ ശ്രമിക്കുന്ന സൗദിയുടെയും UAE-യുടെയും ഒക്കെ അവസ്ഥ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. പാകിസ്ഥാൻ ഇന്ത്യയോട് പലതവണ മുട്ടി
തോറ്റു തുന്നം പാടിയിട്ടുള്ള രാജ്യമാണെന്ന് ലോകത്തെല്ലാവർക്കും അറിയാം. ഇപ്പൊ അവസാനമായി ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുണ്ടായ ഒരു യുദ്ധം കേവലം 6 ദിവസം മാത്രമേ ഉള്ളായിരുന്നു, നമുക്കറിയാവുന്നതാണ്. അതിൽ ഈ ചൈനയുടെയും തുർക്കിയുടെയൊക്കെ സഹായത്തോടെയാണ് പാകിസ്ഥാൻ ഇന്ത്യയുമായിട്ട് യുദ്ധം ചെയ്തത്. അതായത് അവർ തന്നെ ശരിക്കും പറഞ്ഞാൽ നേരിട്ട് വന്ന് അടിക്കുക തന്നെയായിരുന്നു ഇന്ത്യയായിട്ട്. ഈ യുദ്ധത്തിൽ പാകിസ്ഥാന് കാര്യമായ കേടുപാടുകളൊന്നും തട്ടാതെ രക്ഷപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അതിനർത്ഥം അവർ ജയിച്ചെന്നോ അല്ലെങ്കിൽ തുല്യ നിലയിലായി എന്ന് പോലും പറയാൻ കഴിയില്ല. എന്നിട്ടും ഈ പരാജയത്തെ വലിയ വിജയമായി ആഘോഷിച്ചുകൊണ്ടാണ് പാകിസ്ഥാനികൾ നടക്കുന്നത്. ഈ തുള്ളൽ കണ്ടിട്ടാണ് അറബ് രാഷ്ട്രങ്ങൾ പാകിസ്ഥാനെ എന്നിട്ട് വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ അവരുടെ പിന്നാലെ ഇപ്പം തൂങ്ങിയിരിക്കുന്നത്. ഇവരുടെ എല്ലാം മുന്നിൽ പാകിസ്ഥാൻ വലിയ ഹീറോയാണ്. ഈ ഓണാഘോഷത്തിന് മിഠായി പെറുക്കിലും കലം തല്ലിപ്പൊട്ടിക്കലിലും ഒക്കെ 1ാം സ്ഥാനം കിട്ടിയെന്ന് കരുതി അവനെ ഒളിമ്പിക്സിൽ മെഡൽ കിട്ടിയെന്ന് ആരെങ്കിലും പറയൂ? അതുപോലെ ഒരു കാര്യമാണ് ഇതും. ഇവർക്ക് ഇന്ത്യയുടെ ഒരു താൽക്കാലികമായ ഒരു സമനില അല്ലെങ്കിൽ അതിന് തൊട്ട് താഴെ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് കാര്യമായ പ്രതികാരമൊന്നും ഉണ്ടാകാഞ്ഞതുകൊണ്ടാണ് പാകിസ്ഥാൻ ഇപ്പോഴും നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ ശരിക്കും ഇന്ത്യ കയറി ഒന്ന് വിളയാടി കഴിഞ്ഞാൽ തീരാനുള്ളതേ ഉള്ളൂ പാകിസ്ഥാൻ. പക്ഷേ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഉണ്ടാവാത്തത് ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം കൊണ്ടാണ്. എന്നാൽ അത് ഒരു ആഘോഷമായിട്ടാണ് ഇപ്പോൾ പാകിസ്ഥാൻ കൊണ്ടു നടക്കുന്നത്. ഇങ്ങനെയുള്ള പാകിസ്ഥാന്റെ അരഞ്ഞാന ചരടിലാണ് അറബ് രാഷ്ട്രങ്ങൾ തൂങ്ങാൻ ശ്രമിക്കുന്നതെന്ന് ഓർക്കണം. പാകിസ്ഥാനെ ഇവരിൽ നിന്ന് കുറച്ച് കാശ് അടിച്ചു മാറ്റും എന്നല്ലാതെ അമേരിക്കയുടെ അടുക്കളപ്പുറം തൂത്തുവരുന്ന ഈ പാകിസ്ഥാന് ഇസ്രായേൽ സൗദിയെ കയറി പിടിച്ചു കഴിഞ്ഞാൽ തലക്കടിച്ച് കൊല്ലാനുള്ള കരുത്തൊന്നുമില്ല എന്ന് നമ്മൾ അറിയണം. തൊട്ടടുത്ത അമേരിക്കയെയും ഇസ്രായേലിനെയും ഒക്കെ ഒറ്റയ്ക്ക് നേരിടാൻ കഴിയുന്ന ഇറാൻ കിടക്കുമ്പോഴാണ് ഈ അറബ് രാഷ്ട്രങ്ങൾ പാകിസ്ഥാന്റെ പിന്നിൽ ഒളിക്കുന്നത് എന്ന് നമ്മൾ അറിയണം. എൻ്റെ അഭിപ്രായത്തിൽ പാകിസ്ഥാനേക്കാൾ ശക്തരാണ് ഹമാസും ഹൂത്തികളും ഒക്കെ. ഈ പാകിസ്ഥാനൊന്നും 2 കൊല്ലം യുദ്ധം ചെയ്യാനുള്ള വല്ല കഴിവുള്ളൂ. നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. ആണവായുധം കയ്യിലുണ്ടെങ്കിൽ അത് വെച്ച് അവലൂസുണ്ട ഉണ്ടാക്കി തിന്നാൻ പറ്റും. അതല്ലാതെ അതുകൊണ്ട് ഒരു രാജ്യത്ത് ഇടാനൊന്നും കഴിയില്ല. അഥവാ ഇസ്രായേലുമായിട്ടൊരു യുദ്ധം ഉണ്ടാവുമല്ല, ഇസ്രായേലുമായിട്ടൊരു ഉടക്കുണ്ടായി കഴിഞ്ഞാൽ പാകിസ്ഥാൻ അവിടെ കൊണ്ട് അണുവായുധം ഇടൂ എന്നൊക്കെ പറയുന്നത് വെറും വിഡ്ഢിത്തമാണ്. വിഡ്ഢികൾ മാത്രമേ അങ്ങനെ ചിന്തിക്കുകയുള്ളൂ, അങ്ങനെ പറയുകയുള്ളൂ. ഈ ഇസ്രായേലിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്ത് കൊണ്ടുപോയി പാകിസ്ഥാൻ ഒരു ആണവ ബോംബ് പ്രയോഗിച്ചു കഴിഞ്ഞാൽ അവർ അതിലും 10 ഇരട്ടി ശക്തിയിൽ പാകിസ്ഥാനെ ആണവായുധം കൊണ്ട് ചുട്ടൊരിച്ച് കളയും. അതൊന്നും അറിയാത്തവരാണ് ഈ പാകിസ്ഥാൻ വലിയ ആണവ രാജ്യമാണ് എന്നൊക്കെ പറയുന്നത്. ഈ സമയത്തെങ്ങാനും ഇറാൻ ഇസ്രായേലിനെ കയറി ആക്രമിച്ചാൽ ഗസയുടെ അപ്പുറത്തെ അവസ്ഥയായിരിക്കും ഈ സൈനിസ്റ്റ് ഭീകര രാജ്യത്തിനുണ്ടാവുക. മര്യാദയ്ക്ക് കൊള്ളാവുന്ന ഒരു ആയുധം പോലും ഇപ്പോൾ ജൂതന്റെ കയ്യിലില്ല എന്നുള്ളതാണ് സത്യം. ഇത് മനസ്സിലാക്കിയ ട്രംപ് $6 ബില്യൺ ആയുധങ്ങൾ ഇസ്രായേലിന് കൊടുക്കാൻ വേണ്ടി അമേരിക്കൻ സെനറ്റിൽ ഒരു അപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ്. അത് കിട്ടുന്നതുവരെ ഇറാനെ പേടിച്ച് നെതന്യാഹു എന്ന ക്രിമിനലിന്റെ ചങ്കിൽ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കിട്ടിയില്ലെങ്കിൽ ഇറാനെങ്ങാനും കയറി അടിച്ചാൽ പരിപാടി തീർന്നു പോകും. ഇതെല്ലാം എത്രയും വേഗം ഇസ്രായേൽ എത്തിക്കാൻ വേണ്ടി ഈ വരുന്ന 29-ാം തീയതി നെതന്യാഹു ട്രംപിനെ സന്ദർശിക്കാൻ അമേരിക്കയ്ക്ക് പോവുകയാണ്. ഏതെങ്കിലും രീതിയിൽ അമേരിക്കയിൽ നിന്ന് കുറേ കാശും ആയുധമെല്ലാം മേടിച്ചിട്ട് വേണം അവന് മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്താൻ. ഇപ്പം കയ്യിലുള്ളതെല്ലാം ഏതാണ്ട് തീർന്നിരിക്കുകയാണ്. ഗസയിൽ ഒരു രക്ഷയില്ല, മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അവിടെ അതിശക്തമായ പ്രതിരോധമാണ് ഹമാസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഗസയുടെ ഉള്ളിലേക്കൊന്നും അവർക്ക് കടക്കാൻ കഴിയില്ല. പക്ഷേ ഇതൊന്നും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വിവരം കേട്ടവന്മാർക്ക് മനസ്സിലാവില്ല എന്നുള്ളതാണ്. ഇവരുടെ ഉള്ളിൽ കടുത്ത വംശീയത ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് അവർ ഇസ്രായേൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും വളരെ സന്തോഷത്തോടെ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാർത്തകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.